നമസ്കാരം. ഇന്നത്തെ ന്യൂസ് ടൈം നോക്കാം. ആദ്യം തലക്കെട്ടുകൾ. ബിലീവേഴ്സ് ചർച്ച് വിജയഗിരി പബ്ലിക് സ്കൂൾ, അണ്ണലൂർ PO, അഷ്ടമിച്ചിറ, ചാലക്കുടി. മാള അമ്പഴക്കാട് ബൈക്ക് അപകടം, യുവാവ് മരിച്ചു. വൈന്തല കാര്യാട്ടുപറമ്പിൽ സുമേഷാണ് മരിച്ചത്. വായുമലിനീകരണവും അന്തരീക്ഷ മലിനീകരണവും സൃഷ്ടിച്ച ഐരാണിക്കുളം കമ്പനി പ്രവർത്തനം അവസാനിപ്പിക്കണമെന്നാവശ്യപ്പെട്ട് ജനകീയ സമിതിയുടെ നേതൃത്വത്തിൽ കൂട്ടധർണ. വടക്കേക്കര പഞ്ചായത്തിലെ സത്താർ ദ്വീപിലേക്കുള്ള പാലത്തിന്റെ തൂണുകൾക്കും കൈവരികൾക്കും ബലക്ഷയം. പാലം തകർന്നാൽ അടയുക ദ്വീപിൽ താമസിക്കുന്ന 114 കുടുംബങ്ങളുടെ യാത്രാമാർഗം. വാർത്തകൾ വിശദമായി. മാള അമ്പഴക്കാട് ബൈക്ക് അപകടം, യുവാവ് മരിച്ചു. ഇന്നലെ രാത്രി 11 മണിയോടെയായിരുന്നു സംഭവം. യുവാക്കൾ സഞ്ചരിച്ചിരുന്ന ബൈക്ക് വൈദ്യുതി തൂണിൽ ഇടിക്കുകയായിരുന്നു. അപകടത്തിൽ വൈന്തല കാര്യാട്ടുപറമ്പിൽ സുമേഷ് സുബ്രനാണ് മരിച്ചത്. 37 വയസ്സായിരുന്നു. കൂടെയുണ്ടായിരുന്ന സുഹൃത്ത് വട്ടോളി വീട്ടിൽ വിഘ്നേഷിന് പരിക്കേറ്റു. ഇയാളെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. വായുമലിനീകരണവും അന്തരീക്ഷ മലിനീകരണവും സൃഷ്ടിച്ചുകൊണ്ട് പ്രവർത്തിക്കുന്ന കമ്പനി പ്രവർത്തനം അവസാനിപ്പിക്കണമെന്നാവശ്യപ്പെട്ട് ഐരാണിക്കുളം ജനകീയ സമിതിയുടെ നേതൃത്വത്തിൽ കമ്പനിക്ക് മുന്നിൽ കൂട്ടധർണ നടത്തി. വാർഡ് മെമ്പർ PS സന്തോഷ് കുമാർ ഉദ്ഘാടനം ചെയ്തു. ഇതെല്ലാ ആളുകളും, ഇതിൽ കൂടുതൽ ആളുകൾ നമ്മുടെ ഈ സമരരംഗത്ത് ഇറങ്ങും എന്നുകൂടി പ്രഖ്യാപിച്ചുകൊണ്ട് നമ്മുടെ ഈ ധർണ ഒരിക്കൽ കൂടി ഉദ്ഘാടനം ചെയ്ത് പ്രഖ്യാപിച്ചുകൊണ്ടും ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ ഈ കമ്പനിയുടെ പ്രവർത്തനം ജനങ്ങൾക്ക് ദുസ്സഹമാകുന്ന രീതിയിലുള്ള പ്രവർത്തനം നടത്തിയാൽ ഈ കമ്പനിക്ക് വേണ്ടി പോരാടാനായിട്ട് ഇവിടെയുള്ള ജനകീയ സമിതിയും ഇവിടെയുള്ള എല്ലാ ജനങ്ങളും ഒറ്റക്കെട്ടായി ഉണ്ടാവുമെന്ന് മാത്രം പ്രഖ്യാപിച്ചുകൊണ്ട് എല്ലാവർക്കും എല്ലാവിധ ആശംസകളും അർപ്പിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. KG മോഹനൻ അധ്യക്ഷത വഹിച്ചു. MP ശശിധരൻ, സാജു മണവാളൻ, ബൈജു കൊടിയൻ, KG നന്ദകുമാർ, ബിജോയ്, സേവ്യർ മാളിയക്കൽ എന്നിവർ സംസാരിച്ചു. കമ്പനിയിൽ നിന്നും വമിക്കുന്ന ദുർഗന്ധം ശ്വസിച്ച് ആളുകൾക്ക് പലവിധ രോഗങ്ങൾ വരികയാണ്. മലിനജലം തുറന്നുവിട്ട് ഭൂമിയെ മലിനമാക്കുന്നു. ജനങ്ങളുടെ ജീവനും സ്വത്തിനും സംരക്ഷണം നൽകേണ്ടവർ മൗനം വെടിയുക തുടങ്ങിയ ആരോപണങ്ങളും സമരക്കാർ ഉന്നയിച്ചു. വടക്കേക്കര പഞ്ചായത്തിലെ സത്താർ ദ്വീപിലേക്കുള്ള പാലത്തിന്റെ തൂണുകൾക്കും കൈവരികൾക്കും ബലക്ഷയം. 3 പതിറ്റാണ്ടിലേറെ പഴക്കമുള്ള സത്താർ ഐലൻഡ് പാലം ജീർണാവസ്ഥയിലാണ്. പാലം തകർന്നാൽ ദ്വീപിൽ താമസിക്കുന്ന 114 കുടുംബങ്ങളുടെ യാത്രാമാർഗമാണ് അടയുക. ദ്വീപിലേക്ക് പുതിയ പാലം നിർമ്മിക്കണമെന്ന ആവശ്യം ശക്തമാണ്. വടക്കേക്കര പഞ്ചായത്ത് പ്രസിഡന്റിന്റെ നേതൃത്വത്തിൽ പൊതുമരാമത്ത് വകുപ്പ് മന്ത്രിക്കും പ്രതിപക്ഷ നേതാവിനും നിവേദനം സമർപ്പിച്ചു. പാലം നിർമ്മാണത്തിനായി മണ്ണ് പരിശോധനയും ടോട്ടൽ സ്റ്റേഷൻ സർവേയും നടത്തി സ്കെച്ച് തയ്യാറാക്കാൻ പൊതുമരാമത്ത് വകുപ്പ് മന്ത്രിയുടെ ഓഫീസിൽ നിന്നും ഇറിഗേഷൻ വകുപ്പിന് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഇടുങ്ങിയ പാലത്തിനു പകരം ദ്വീപിലേക്ക് വലിയ വാഹനങ്ങൾ വരാവുന്ന വിധത്തിൽ സൗകര്യമുള്ള പാലം നിർമ്മിക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. പിള്ളേർക്ക് പോലും പഠിക്കാൻ പോകാൻ പറ്റാത്തൊരു അപകടത്തിലേക്ക്, കാരണം വെച്ചാൽ എൻ്റെ കൈവരികൾ പോയി, പിന്നെ പറഞ്ഞാൽ ഒരു ഓട്ടോറിക്ഷ നടന്നു വന്നാൽ കൊച്ചിനി അവിടെ സ്ലിപ്പ് വാങ്ങി തന്നെ അതിനകത്ത് മാറാനുള്ള സൗകര്യമില്ല. ശരിക്കും ഈ പാലം കൊണ്ട് ഇപ്പോൾ ശരിക്കും ദുരിതങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഞങ്ങൾക്ക് ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഈ പാലം നല്ലൊരു പാലോട് വരണം, പിന്നെ അങ്ങനെ വെള്ളം കയറി ജീവിക്കാനുള്ള അവസ്ഥയാണ്. ഓരോ വീട്ടിൽ എന്ന് പറഞ്ഞാൽ ഈ പാലത്തിൻ്റെ കൈവരി പോയിരിക്കുകയാണ്. ഒരു കൊച്ചി വന്നു കഴിഞ്ഞാൽ ആവശ്യം പിടിച്ചു കഴിഞ്ഞാൽ കൊച്ചി എടുത്തി പോകും. ഒരു സൈക്കിളിനാണ് ഞാൻ വന്നാൽ ഓട്ടോറിക്ഷ വന്നു കഴിഞ്ഞാൽ വന്നോളാം. നമ്മള് ഏതെങ്കിലും സൈഡിൽ കയറി നിൽക്കണം, പക്ഷെ ആ കൈവരി തകർന്നിക്കണേണ്ടി പോകും. കണ്ണിക്കര പ്രവാസി അസോസിയേഷൻ ചാരിറ്റി വിഭാഗത്തിന്റെ ആഭിമുഖ്യത്തിൽ കണ്ണിക്കര കാരേക്കാട്ടുചിറയിൽ മത്സ്യക്കുഞ്ഞുങ്ങളെ നിക്ഷേപിച്ചു. ഉൾനാടൻ മത്സ്യസമ്പത്ത് വർദ്ധിപ്പിക്കുന്നതിന്റെ ഭാഗമായി 5000 മത്സ്യക്കുഞ്ഞുങ്ങളെയാണ് നിക്ഷേപിച്ചത്. ആളൂർ പഞ്ചായത്ത് 15-ാം വാർഡ് മെമ്പർ ഷൈനി വർഗീസ്, കൃഷി ഓഫീസർ ടീന സിമേന്തി എന്നിവർ ഉദ്ഘാടനം നിർവഹിച്ചു. കാപ്പ പ്രസിഡന്റ് ഉണ്ണികൃഷ്ണൻ മേപ്പുറത്ത് അധ്യക്ഷത വഹിച്ചു. റിജോ ജോസ്, ചാരിറ്റി കൺവീനർ ജോയ് കളവത്ത്, ജോയിന്റ് കൺവീനർ പ്രജിത് പരമേഷ് നടുവത്ര, ജെയ്സൺ ചുക്കിരിയാൻ, വിനു ഡേവിസ്, പെറ്റ്സൺ കണ്ണമ്പള്ളി തുടങ്ങിയവർ നേതൃത്വം നൽകി. പെരിഞ്ഞനം ഗ്രാമപഞ്ചായത്ത് ഗവൺമെന്റ് ആയുർവേദ ഡിസ്പെൻസറി സബ് സെന്റർ കെട്ടിടത്തിന് ശിലയിട്ടു. പഞ്ചായത്ത് 9-ാം വാർഡിൽ മതിലകത്ത് വീട്ടിൽ മൊയ്തു സൗജന്യമായി നൽകിയ സ്ഥലത്താണ് MP ഫണ്ടിൽ നിന്നും അനുവദിച്ച 25 ലക്ഷം രൂപ വിനിയോഗിച്ച് കെട്ടിടം പണിയുന്നത്. ബെന്നി ബെഹനാൻ MP ശിലാസ്ഥാപനം നിർവഹിച്ചു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വിനീത മോഹൻദാസ് അധ്യക്ഷയായി. വൈസ് പ്രസിഡന്റ് NK അബ്ദുൽ നാസർ, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺമാരായ ER ഷീല, സായിദ മുത്തുക്കോയ തങ്ങൾ, ഹേമലത രാജ്കുട്ടൻ, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം KA കരീം, വാർഡ് മെമ്പർ CP ഉല്ലാസ്, പഞ്ചായത്ത് സെക്രട്ടറി K ശ്രീകുമാർ, അസിസ്റ്റന്റ് സെക്രട്ടറി ഇസ്മായിൽ എന്നിവർ സംസാരിച്ചു.
മാള ചക്കാമ്പറമ്പ് ശ്രീ ഭഗവതി ക്ഷേത്രത്തിൽ കുംഭഭരണി മഹോത്സവം ആഘോഷിച്ചു. ആറാട്ട്, കാഴ്ചശീവേലി, ദീപാരാധന, ചുറ്റുവിളക്ക്, ഗുരുതി തർപ്പണം, താലി സ്വീകരണം, വിവിധ ദേശക്കാരുടെ താലാഘോഷം, സമ്മാന വിതരണം എന്നിവ നടന്നു. നിരവധി ഭക്തർ പങ്കെടുത്തു. പ്രധാന വാർത്തകൾ വീണ്ടും. ബിലീവേഴ്സ് ചർച്ച്, വിജയഗിരി പബ്ലിക് സ്കൂൾ, അണ്ണലൂർ PO, അഷ്ടമിച്ചിറ, ചാലക്കുടി. മാള അമ്പഴക്കാട് ബൈക്ക് അപകടം, യുവാവ് മരിച്ചു. വൈന്തല കാര്യാട്ടുപറമ്പിൽ സുമേഷാണ് മരിച്ചത്. വായു മലിനീകരണവും അന്തരീക്ഷ മലിനീകരണവും സൃഷ്ടിച്ച ഐരാണിക്കുളം കമ്പനി പ്രവർത്തനം അവസാനിപ്പിക്കണമെന്നാവശ്യപ്പെട്ട് ജനകീയ സമിതിയുടെ നേതൃത്വത്തിൽ കൂട്ടധർണ. വടക്കേക്കര പഞ്ചായത്തിലെ സത്താർ ദ്വീപിലേക്കുള്ള പാലത്തിന്റെ തൂണുകൾക്കും കൈവരികൾക്കും ബലക്ഷയം. പാലം തകർന്നാൽ അടയുക ദ്വീപിൽ താമസിക്കുന്ന 114 കുടുംബങ്ങളുടെ യാത്രാമാർഗം. ഇതോടെ ന്യൂസ് ടൈം സമാപിച്ചു. നമസ്കാരം.